ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടേസ്റ്റി നിബിൾസിൻ്റെ ട്യൂണ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് ഇതേപോലെ ഒരു ടിന്ന് ട്യൂണ എടുത്ത് വച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 10 കൊച്ചുള്ളി അരിഞ്ഞത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ട്യൂണ ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണ ഇനി ഊറ്റിയെടുക്കുക. മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റിയെടുക്കുക. ഞാൻ ഈ എണ്ണ ഉപയോഗിക്കുന്നില്ല, വേണമെങ്കിൽ ഈ എണ്ണ ഉപയോഗിക്കുക. ഞാൻ ഈ എണ്ണയല്ല ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഈ എണ്ണയെല്ലാം ഊറ്റിയെടുത്ത് വച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരണം. ഉലുവയൊക്കെ മൂത്ത സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകുമൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ഉള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം ഒന്ന് വാടി വന്ന സമയത്ത് ഇനി തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ മൊരിഞ്ഞ് നല്ല മണം വരണം. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് നല്ല ഒരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളെടുത്ത് വച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്തതാണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഗ്രേവിയെല്ലാം ഒന്ന് തിളച്ച് വരണം. അപ്പം ഗ്രേവിയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അരമുറി തേങ്ങയും 2 ചെറിയ ഉള്ളിയും കൂടെ അരച്ച അരപ്പാണിത്, അത് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ ഈ തേങ്ങയും ബാക്കിയുള്ള ചേരുവകളെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ടേസ്റ്റി നിബിൾസിൻ്റെ ട്യൂണ മീറ്റ് ഇട്ട് കൊടുക്കുക. ഇത് കുക്ക് ചെയ്ത മീറ്റാണ്, അതുകൊണ്ട് തന്നെ അധികം വേവൊന്നുമില്ല. ഇത് അതിലോട്ടിട്ട് കൊടുക്കുക, ഈ ചാറിലോട്ടിട്ട് കൊടുക്കുക. എണ്ണയെല്ലാം മാറ്റിയിട്ട് ഇത് മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കുക. അധികം നേരം വേവേണ്ട കാര്യമൊന്നുമില്ല, ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. ഈ ചാറും എല്ലാം അതിൻ്റെ എരിയും പുളിയും എല്ലാം ആ കഷ്ണത്തിലൊന്ന് പിടിക്കണം, അത്രേ വേണ്ടൂ. അപ്പം നല്ലൊരു കുറുകിയ ഗ്രേവി ആയിട്ടുണ്ട്.
ഇപ്പോൾ കുക്കായി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ കടുക് വറുത്തപ്പോൾ ഉലുവ ചേർത്ത്, ഒരു നുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നമുക്കിപ്പം മീനൊന്നും കിട്ടാനില്ലാത്ത അവസരത്താണെങ്കിൽ നമുക്ക് ഈ ടൂണ ഫിഷിൻ്റെ ഇതിങ്ങനെ വാങ്ങിച്ച് വച്ചിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുക്ക് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ടേസ്റ്റി നിബിൾസിൻ്റെ വൈറ്റ് മീറ്റ് ടൂണ ഇത് ഉപയോഗിച്ച് തയ്യാറാക്കിയ വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം.